തള്ളെ നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറ്റാത്ത പണിക്ക് നിൽക്കരുതെന്ന്. അതെങ്ങനെ പറയണ ഒരു ജോലി ചെയ്യില്ല, പറയാത്ത ജോലി എല്ലാം ചെയ്യുകയും ചെയ്യും. എല്ലാം ഒരു തന്നിഷ്ടമാണ്. പ്രശ്നം എന്താണ്? എന്ത് പറയാനാണ്, എല്ലാം നിങ്ങളെ ഉമ്മ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് മോനെ കഴുകി വെച്ചപ്പം അതങ്ങ് വീണ് പോയതാണ് മോനെ. എനിക്കിവിടെ ഒരു സാധനം കിട്ടണ്ട, ബഹളം. ഇവിടെ ഇതൊക്കെ ചെയ്യുന്ന ഇവിടെ ജോലിക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇവർ ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ കൊളാക്കണത്? ഒരു കാര്യം പറയണതല്ല അവര് ചെയ്യണത്. അതെങ്ങനാ മോന്റെ മുമ്പിൽ ആളാവാനായിട്ട് ഓരോരോ കാട്ടിക്കൂട്ടലുകളാണ്. ശല്യം. നിങ്ങളെ ഞാൻ എന്ന് കല്യാണം കഴിച്ച അന്ന് തൊട്ട് തുടങ്ങിയ ദുരിതമാണ് എനിക്ക്. ഉമ്മ, ഇതിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രശ്നം? ഉമ്മ, നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവൻ തൊലയ്ക്കോ? ഇത് എന്തിനാണിത്? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ കേട്ടോ. നിങ്ങളാണെങ്കിൽ എന്റെ സമാധാനം മൊത്തം ഇവിടെ കളയുന്നത്, എന്നെ ഭ്രാന്തനാക്കുന്നില്ല. അവിടെ എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ പണ്ടാരം പോയി ചത്ത് തൊലയാണ്. ഇതെല്ലാം അനുഭവിക്കാൻ ഞാൻ എന്തൊരു പാപമാണ് ചെയ്തത്. ഇനി ഈ വീട്ടിൽ ഇതിനെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കും പെരുമാറുന്നത്. ഞാൻ പറഞ്ഞേക്കെ നോക്കട്ടെ. ഓ, നന്നായിട്ട് മുറുകല്ലോ. ഞാൻ പറഞ്ഞല്ലേ ഓടി കളിക്കരുതെന്ന്. ഒന്നുമില്ല കേട്ടാ, മാറിക്കോളൂ. ഞാൻ എത്ര പ്രാവശ്യം കൊണ്ട് പറയണേ നമുക്ക് എന്റെ ഫ്ലാറ്റില്, സിറ്റിയിലുള്ള എന്റെ ഫ്ലാറ്റിലോട്ട് മാറി താമസിക്കാന്ന്. ഇപ്പം ഈ വീടിന് എന്തിനാണ് ഒരു പ്രശ്നം? എന്റെ ഉമ്മായെ കരുതി ഈ വീട് വിട്ട് കളഞ്ഞിട്ട് പോണെന്നാണ് നീ പറയണത്? എനിക്ക് ഈ വീട്ടിൽ ഒരു മനസമാധാനം കിട്ടണില്ല. നിങ്ങളുടെ ഉമ്മായെ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് നല്ല രീതിക്ക് ദേഷ്യം പറഞ്ഞുണ്ട്. ഏത് സമയവും ഉപദേശവും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യണുണ്ട് എന്നെ. നീ ഇത് നിന്റെ ഉമ്മ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെയാണോ നോക്കുന്നത്? നീ കൈവെള്ളയിൽ എടുത്ത് വെച്ച് പാൽ കൂട്ടി കൊടുത്തേനല്ലോ. ഇതിപ്പോ എന്റെ ഉമ്മായി പോയുണ്ടല്ലേ. ഓരോരുത്തരും ഇതിലേക്കാളും വളരെ മോശമായിട്ടുള്ള അമ്മായിയമ്മമാരടുത്ത് മരുമക്കൾ ഏത് രീതിയിൽ നിനക്കറിയാമോ? എത്ര നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? മോനെ, എന്താടാ അവിടെ? എന്തോന്നാണ് രണ്ടുപേരും കൂടി ബഹളം വെക്കണത്? വഴക്ക് കൂടാതിരി മക്കളെ. എന്താണിത്? പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ? ഇത് തന്നെയാണ് നിങ്ങളെ തള്ളയുടെ കുഴപ്പം. ഒരു പ്രൈവസിയും തരൂല. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ രണ്ടുപേരും തല്ലി പിരിഞ്ഞു പോണം, അതാണ് അവർക്ക് ആവശ്യം. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. തള്ളി നിങ്ങൾക്ക് നാടാവൂലേ? ഞങ്ങൾ സംസാരിക്കുന്ന ഇടയ്ക്ക് സംസാരിക്കാൻ. ഏത് സമയം ബെഡ്റൂമിന്റെ അരികത്ത് കാണും, ചുറ്റിപ്പറ്റി അങ്ങ് നിന്നോളൂ. ഇവരെ ഞാനിന്ന് നോക്കിക്കോ. ഇവരെ ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യത്തിന് സമ്മതിക്കില്ല, എല്ലാം തൊലച്ച്.
എന്തേലും പറഞ്ഞാലും അതിനെല്ലാം ഓടി വന്ന് അതിന്റെ ഇടയിൽ കൈമ്പ് കണ്ടിട്ട് അടിക്കും. ഇത് എന്തേലും സ്വഭാവം ഇത്? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവരെ സ്വഭാവം. ഇവർക്ക് എന്നെ കാണുമ്പോഴേ ദേഷ്യമാണ്. അവരെ പോലെ ഞാനും ഭർത്താവില്ലാതെ ജീവിക്കണം, അതാണ് അവർക്ക് വേണ്ടത്. അതിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കണത് അവര്. അടിക്കല്ലേ, അവളെ അടിക്കരുത്. നമ്മളെ കുടുംബത്തില് ആൺകുട്ടികൾ ആരും പെൺകുട്ടികളെ അടിച്ചൊരു ശീലമല്ല മക്കളെ. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഈ വീട്ടില് ഞാനാണ് ഒരു അധികം പറ്റെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോളാം. എന്നെ കരുതിയിട്ട് നിങ്ങൾ ആരും വഴക്കുണ്ടാക്കരുത്, ജീവിതങ്ങൾ തൊലയ്ക്കരുത്. അവര് പോണ്ട, ഞാൻ പൊക്കോളാം. ഞാനാണ് ഈ വീട്ടിൽ അധികപ്പറ്റ്. പോണെന്നുള്ള പറച്ചില് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും പോയി ചത്ത് തൊല പോ. ഇപ്പൊ നീ എവിടെ പോണത്? ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കത്തില്ലല്ലോ. നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേൾക്കണം. ഒന്നെങ്കിൽ നിങ്ങളുടെ ഉമ്മ ഈ വീട്ടിൽ നിന്ന് പോണം, ഇല്ലെങ്കിൽ ഞാൻ പോകും. എന്റെ ഉമ്മ എന്റെ വീട്ടിലല്ലേ ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകണം. നിങ്ങളുടെ ഉമ്മ വിചാരിച്ചത് നടന്നു. അവരവരുടെ ഭർത്താവില്ലാതെ ജീവിച്ചില്ലേ, ഞാനും അങ്ങനെ ജീവിക്കണം. എന്റെ ഉമ്മയെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലേ? അപ്പൊ ഉമ്മിക്ക് വെച്ചപ്പോ ഉമ്മ ഒന്നും കഴിക്കില്ല. പെട്ടെന്ന് കഴിച്ചാല് നമുക്ക് വളരണ്ടേ, ഒന്ന് വലിയ പോലീസാവണ്ടേ, കള്ളന്മാരൊക്കെ പിടിക്കണ്ടേ. കഴിക്കി. ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂല, ഞാൻ പോണ്. മോനെ കേട്ടാ, ഉമ്മ എന്റെ അടുത്തുനിന്ന് പോവല് ഉമ്മ, എനിക്ക് പേടിയാവുന്നു. ഇല്ല മക്കളെ, ഞാൻ പോകൂലേട്ടാ. മക്കളെ ഉറങ്ങിച്ചു. പനി മാറുന്നവരെ എപ്പോഴും കൂടെ ഉണ്ടാവും. എന്റെ പൊന്നെ ഉറങ്ങും കേട്ടാ. ഉമ്മയുടെ പൊന്നും കൂടെ അല്ലേ, പെട്ടെന്ന് ഉറങ്ങിക്കും. ഉമ്മിക്ക് വേറെ ആരാണുള്ളത് എന്റെ മോനല്ലാതെ? ഉമ്മി കൂടെ ഇരിക്കാം കേട്ടാ. വലുതാവുമ്പോ മക്കൾ ഉമ്മയെ ഉപേക്ഷിച്ച് പോവോ? ഇല്ല.
ഒന്ന് തലകറങ്ങി വീണതാ മോനെ. ഒന്നും കഴിച്ചില്ലായിരുന്നു. അതൊന്നും കഴിക്കാൻ വെള്ളം വേണം കുറിച്ച് പോയി. മതി. നമുക്ക് എവിടെ പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. എനിക്ക് പോവാനൊരു ഇടല്ലോ. ഒരു കാര്യം ചെയ്യുമെങ്കിൽ എന്റെ കൂടെ വാ, വീട്ടിൽ വാ. ഞാൻ പൊന്നോടെ നോക്കിപ്പോവാം. മോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കും. കാര്യം ചെയ്യ, എന്റെ കൂടെ വാ. എനിക്ക് വീട്ടിൽ അമ്മയില്ല, ഞാൻ പൊന്നോലെ നോക്കിപ്പോവാം. മോൻ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചില്ല അമ്മ. എങ്കിൽ മോൻ പോയി ഒരു കല്യാണം കഴിക്കണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കഴിയും. അമ്മ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ വരണ്ട, കുഴപ്പമില്ല. ഇവിടെ അടുത്തൊരു ആശ്രമമുണ്ട്, ഞാൻ അമ്മയെ അവിടെ കൊണ്ടാക്കാം. വരി. വരൂ, ഇരിക്കും. പറയൂ. നിങ്ങൾ ഇവിടെ ഓഫീസിൽ നിന്ന് ആരാണ് മെനക്കെട്ട നമ്പറിൽ ഇങ്ങനെ കോൾ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് കാര്യം? സാർ, നിങ്ങൾ സമാധാനത്തിൽ സംസാരിക്കൂ. കാര്യം പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇതെന്റെ ഉമ്മയുടെ ഫോണാണ്. ഈ ഫോണിലോട്ടാണ് നിരന്തരമായിട്ട് ഇങ്ങനെ കോൾ വരുന്നത്. കോൾ വരുമ്പോഴത്തേക്ക് അതിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവർ 544 എന്തോ നമ്പറിലുള്ള കുട്ടിയെ ദത്തെടുത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ആര് ദത്തെടുത്തേക്കുന്നു? ഞാൻ ആരെ ദത്തൊന്നും എടുത്തിട്ടില്ല. ഇതെന്താ നിങ്ങളെ കുഞ്ഞു കളിക്കുവാ നിങ്ങള്? സാർ, ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. സാർ, നമ്പർ എത്രയാണെന്ന് പറഞ്ഞത്? അത് 547 തോന്നുന്നു. ഓ, 547. ഓക്കെ. സാർ, ഈ 547 നമ്പർ കുട്ടിയെ ഇവിടെ നിന്നാണ് ദത്തെടുത്തത്. അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ നിന്നാണ്. ആ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആള് ഒരു ലൈല ബീഗമാണ്. കുട്ടിയെ ദത്തെടുത്ത ആളുടെ പേര് ലൈല ബീഗം എന്നാണോ? കുഞ്ഞിന്റെ പേര്? കുഞ്ഞിന്റെ പേര് ഒരു നിമിഷം സാർ ഒന്ന് നോക്കട്ടെ. കുഞ്ഞിന്റെ പേര് സലീം എന്നാണ്. ഞങ്ങള് വർഷാവർഷം ഈ നമ്പറിലോട്ടാണ് കാര്യങ്ങൾ തിരക്കാനായിട്ട് വിളിക്കുന്നത്. കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ നമുക്ക് തിരക്കേണ്ടതുണ്ട്, അത് റൂൾസ് ആണ്. അപ്പൊ ഈ നമ്പറിലോട്ടാണ് നമ്മുടെ കാര്യക്ഷമങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ആ നമ്പറിൽ റിപ്ലൈ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി സാർ. അല്ല, സാറിന്റെ ഈ ഫോണ് എങ്ങനെ സാറിന്റെ കയ്യിൽ വന്നത്? മാം, ഒരു കൊറിയർ ഉണ്ട്. ഒരു മിനിറ്റ്. ശരി, അവിടെ വെച്ച്. ഞാൻ അവരുടെ മകനാണ്. ഇത് എന്റെ ഉമ്മയുടെ സാരിയാണല്ലോ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉമ്മാടെയാണ്. അവര് മരണപ്പെട്ടു പോയി. അപ്പം ഈ വസ്ത്രങ്ങൾ കൊറിയർ ചെയ്യണം. ഇവിടെ കൊണ്ട് ആക്കിയ ആള് എന്റെ അഡ്രസ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കൊറിയർ ആക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാരെ മോനെ,
നിന്നെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസവും ഈ ഉമ്മാക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടി എൻ്റെ ജീവൻ വെടിയാനും ഞാൻ തയ്യാറാണ്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്. കുഞ്ഞിലെ ഒരു പനി വന്നാൽ കൂടി എൻ്റെ കൈകൾ നിനക്ക് കൂട്ടായിട്ട് വേണമായിരുന്നു. നീയും നിന്റെ ഭാര്യയുടെയും ജീവിതത്തിൽ മനഃപൂർവ്വം കരടാകുന്നതല്ല ഈ ഉമ്മ. നിങ്ങൾ കലയിക്കാൻ കാണുമ്പോൾ ഉമ്മാക്ക് പേടിയാവും. എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് കൂട്ടായിട്ട് അവളേ ഉള്ളൂ. ഈ കത്ത് എന്നെങ്കിലും ഉമ്മാൻ്റെ കുട്ടിയുടെ കയ്യിലെത്തുമെന്ന് ഒരു വിശ്വാസമുണ്ട്. അന്ന് ഈ ഉമ്മ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. നിന്നെ ഉപദേശിക്കാനും ശകാരിക്കാനും ഈ ഉമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ ചിന്തിച്ച് ചെയ്യണം. നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ്. ആരെയും വേദനിപ്പിക്കരുത്. നീ നിന്റെ ആരോഗ്യം നോക്കണം. സമയത്ത് ഭക്ഷണം കഴിക്കണം. ഉമ്മാരെ അലമാരയുടെ താക്കോല് ഉമ്മാരെ മുറിയിലുണ്ട്. ആവശ്യമെങ്കിൽ നിനക്ക് ഞാൻ കരുതിയ സ്വർണവും ഇൻഷുറൻസിൻ്റെ പേപ്പറും ഒക്കെ ഉണ്ട്. അതെടുക്കാം. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുത്തുണ്ടാവും. നിനക്ക് ഞാൻ ശല്യമാണെങ്കിൽ കൂടി ഉമ്മാക്ക് എൻ്റെ കുഞ്ഞിനെ കളയാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും നീ ഉമ്മായെ മനസ്സിലാക്കണം. ഒരിക്കലും ഉമ്മായെ വെറുക്കരുത്. ഉമ്മ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉമ്മ ഈ കത്ത് നിർത്തട്ടെ. എൻ്റെ മക്കളെ പടച്ചവൻ കാത്തോളൂ.